പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിൽ ഇന്നത്തേത് എനിക്ക് തോന്നുന്നു 9ാമത്തെ പാർട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ കൺഫ്യൂഷൻ നല്ല രീതിയിൽ വരും ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് ടേം 1 എക്സാമിന് ഈ ടോപ്പിക് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ കെമിസ്ട്രി എക്സാമും തീർന്നു, ബയോളജി കഴിച്ചു, നമ്മുടെ ഓണം എക്സാം അവസാനിച്ചു. അപ്പോൾ ഇനിയുള്ളത് ഓണാവധിയാണ്. അപ്പോൾ ഓണാവധിക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? ആഘോഷിക്കണം, കളിക്കണം, വേണ്ടെന്നല്ല, പക്ഷേ എങ്കിലും കുറച്ച് സമയം പഠിക്കാൻ കൂടെ മാറ്റി വയ്ക്കണം. കാരണം നമുക്ക് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളില്ല. നമുക്കിപ്പോൾ കിട്ടിയ ആ വെക്കേഷൻ ക്ലാസ് പോലെ നമുക്ക് കുറച്ചധികം സമയം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വരുന്ന ടേം 2-ന് അത് ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ടോപ്പിക്ക് പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഈ സമയം കൂടി എന്ത് ചെയ്യുക? ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെയൊക്കെ ഇഷ്ടം. ശരി, നമുക്ക് തുടങ്ങാമല്ലോ. നമ്മൾ എന്തുവരെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയുള്ള കാര്യങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ പറ്റിയിട്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ആരൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്, അവരുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന 3ാമത്തെ ഗ്രൂപ്പ് തൊട്ട് ഇവിടെ കാണുന്ന 12ാമത്തെ ഗ്രൂപ്പ് വരെ വരുന്നത് ഇത്രയും എലമെൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ. നമ്മൾ അല്ലെങ്കിൽ ഇവരെ ട്രാൻസിഷൻ എലമെൻറ്റ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷൻ എന്ന് വിളിക്കുന്നത്? മെയിൻ കാരണം ഇവിടെ കാണുന്ന ഈ എസ് ബ്ലോക്ക് എലമെൻറ്റുകളും വലതുവശത്ത് കാണുന്ന പി ബ്ലോക്ക് എലമെൻറ്റുകൾക്കും ഇടയിലുള്ളൊരു മാറ്റം, ഒരു ഗ്രാജുവൽ ചേഞ്ച് നമുക്ക് ആരെ കാണാൻ പറ്റും? ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ കാണാൻ പറ്റും. കാരണം നല്ല ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ പറയുന്ന എസ് ബ്ലോക്ക് എലമെൻറ്റ് റിയാക്റ്റീവാണ്. എന്നാൽ അവിടെ നിന്ന് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്കിലോട്ടൊരു ഗ്രാജുവൽ ട്രാൻസിഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടുന്ന് ഈ ഭാഗത്ത് എസ് ബ്ലോക്കിൻ്റെ സിമിലാരിറ്റി ആണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതോറും പി ബ്ലോക്കിൻ്റെ സിമിലാരിറ്റി കൂടി വരും. അതുകൊണ്ടാണ് ഇവരെ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഇവർക്കുണ്ട്. ആ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, നോക്കിയേ, ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3ാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെ, 3 തൊട്ട് 12 വരെ വരുന്നവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇവരുടെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാകുന്നത് ഏതായിരിക്കും? ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, എസും ബിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെനക്കേട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ തന്നെയാണ് ആ പ്രശ്നം. നമ്മൾ പറഞ്ഞു, നോർമലി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതി എങ്ങനെയാണ്? 1s 2s 2p 3s 3p ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ആണ്. 3d, അത് കഴിഞ്ഞിട്ട് 4s 4p 4d അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 4f ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോഴേക്കും ഈ ഓർഡർ അല്ല. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ എനർജിയുടെ ഓർഡറാണ്. n+l റൂൾ ആപ്ലിക്കബിൾ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ വരുമ്പോൾ 1s 2s 2p 3s 3p കഴിഞ്ഞിട്ട് 4s ഫില്ലായിട്ടേ 3d ഫില്ലാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇരിക്കുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ ഇലക്ട്രോൺ ഫില്ലാവുന്ന എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 4s ഫില്ലായി കഴിഞ്ഞിട്ട് എന്ത് ഫില്ലാവുള്ളൂ? 3d ഫില്ലാവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ദ ഇലക്ട്രോൺസ് ആർ ബീയിങ് ഗ്രാജുവലി ഫിൽഡ് അപ്പ് ഇൻ ദ പെൻ അൾട്ടിമേറ്റ് ഷെൽ. എന്താണ് പെൻ അൾട്ടിമേറ്റ് ഷെൽ എന്ന് വെച്ചാൽ? നോക്കിയേ, ഷെല്ലുകളാണ് നമ്മളിവിടെ കാണിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിന് ഫസ്റ്റ് ഇപ്പോൾ 1ാമത്തെ ഷെല്ല്, 2ാമത്തേത്, 3ാമത്തേത്, അത് കഴിഞ്ഞിട്ടാണ് 4ാമത്തേത്. അതായത് ഈ 3d എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ലിൽ വരുന്നതാണ്. പക്ഷേ 4s എന്ന് പറയുന്നത് 4ാമത്തേലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് 4s ആണ്. പക്ഷേ ഇലക്ട്രോൺ ഫില്ലാവുന്നത് എങ്ങനെയാണ്? 4s ഫില്ലായിട്ടേ 3d പോവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇലക്ട്രോണുകൾ ഡി ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ ഫില്ലാവുന്നത് 4s കഴിഞ്ഞിട്ട് പെൻ അൾട്ടിമേറ്റ് ഷെല്ലിൽ ഗ്രാജുവലി ഫില്ലാകും എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോ. ഇവിടെ 3ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ സ്കാൻഡിയം വരുന്നത്, 12ാമതാണ് നമ്മുടെ സിങ്ക് വരുന്നത്. നോക്കടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ആര് ഫില്ലാണ്? 4s ഫില്ലാണ്, ഒരു മാറ്റവും ഇല്ല. ക്രോമിയം കോപ്പറും എക്സെപ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അത് നോക്കണ്ട. ബാക്കി എല്ലായിടത്തും 4s ഫില്ലാവും. പിന്നെ ആരാ ഗ്രാജുവലി കൂടി പോകുന്നത്? ഗ്രാജുവലി കൂടി പോകുന്നത് ഡി ഓർബിറ്റലിലാണ്. ഏതിലാണ്? ഡി ഓർബിറ്റലിലാണ്. കണ്ടോ, ഇവിടെ 3dയിൽ 1 ഇലക്ട്രോൺ, ഇവിടെ 3dയിൽ 2 ഇലക്ട്രോൺ, 3dയിൽ 3, 3dയിൽ 4 ഇല്ല, 3dയിൽ 5. കാരണം എന്തുകൊണ്ടാണ്? അത് ക്രോമിയം ആയതുകൊണ്ടാണ്. 3dയിൽ 5, 3dയിൽ 6, 3dയിൽ 7, 3dയിൽ 8, 3dയിൽ 9 ഇവിടെ വരേണ്ടതാണ്. പക്ഷേ ഹാഫ് ഫിൽഡ് കംപ്ലീറ്റ് ഫിൽഡ് ആയതുകൊണ്ട് പോകുന്നു 3d 10.
അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ ഇലക്ട്രോണുകൾ ഗ്രാജുവലി ഫില്ലാകുന്നത് ഔട്ടർ മോസ്റ്റ് വാലൻസി ഷെല്ലിലല്ല, പകരം പെൻ അൾട്ടിമേറ്റ് ഷെൽ, അതായത് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ഈ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ എന്തായി പോകുന്നത്, ഫില്ലായിട്ട് പോകുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതയും. ഇതുകൊണ്ട് തന്നെ ഡി ബ്ലോക്കിന് ഒരുപാട് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇനി എല്ലാ ഡി ബ്ലോക്ക് എലമെൻറ്റുകളും എന്താണ്, മെറ്റലുകളാണ്. എല്ലാ എലമെൻറ്റുകളും എന്താണ്, മെറ്റലുകളാണ്. അപ്പോൾ ഡിയിൽ നിന്ന് മെറ്റൽ, അപ്പോൾ പി ബ്ലോക്ക് മെറ്റലല്ല, എസ് ബ്ലോക്ക് എല്ലാം മെറ്റലാണ്. അപ്പോൾ എസ്സിൽ നിന്ന് അങ്ങോട്ട് ഗ്രാജുവലി പോവുകയാണ് നടക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ ഉണ്ടാവണം. അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ എപ്പോഴും 4s ഫില്ലായിട്ടേ 3D ഫില്ലാവുള്ളൂ. പക്ഷേ ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, 4s ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഫില്ലായിട്ട് ഇൻസൈഡ് ഫില്ലാവുള്ളൂ. അത് 3D ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഈ പറയുന്ന 4sഉം 3Dയും ഈ പറയുന്ന 4sഉം 3Dയും തമ്മിൽ വലിയ എനർജി വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾക്കറിയാം, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. N+L റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ വളരെ ചെറിയ ഒരു സ്മോൾ ആയിട്ടുള്ളൊരു എനർജി ഡിഫറൻസേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചോ, പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോടാ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്, 3 തൊട്ട് 12 വരെ വരുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, ഇവിടെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് പോകും, പക്ഷേ അത് വാലൻസിയിലല്ല. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് ആണെങ്കിലും പി ബ്ലോക്ക് ആണെങ്കിലും നമുക്കറിയാം അല്ലേ, ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ എസ്സിലാണെങ്കിൽ S1 ഫില്ലായി, അടുത്ത S2 ഫില്ലായി, പിയിലാണെങ്കിൽ P1 ഫില്ലാവും, P2 ഫില്ലാവും, P3 ഫില്ലാവും, അങ്ങനെ പോകും. ഔട്ടർ മോസ്റ്റിലാണ് ഇവരിയ്ക്കുന്നത്. പക്ഷേ ഡിയിൽ വരുമ്പോഴത്തേക്കും ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ എപ്പോഴും പെൻ അൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഗ്രാജുവലി ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. അതായത് ഔട്ടർ മോസ്റ്റ് വാലൻസി ഷെൽ ഓൾറെഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, ഡി ആണ് ഫില്ലല്ലാത്തത്. ഡി ബ്ലോക്ക് എലമെൻറ്റിൽ എല്ലാവരും എന്താണ്, മെറ്റലുകളും ആയിരിക്കും. അപ്പോൾ അതിൽ സ്കാൻ ചെയ്യാൻ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു 4s ഫില്ലാണ്. കണ്ടോ, ഞാനിവിടെ ക്രോമിയത്തിൽ എക്സെപ്ഷൻ എഴുതിയിട്ടുണ്ട്, കോപ്പറിലും എക്സെപ്ഷൻ എഴുതിയിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തും കണ്ടോ അവസാനത്തെ വാലൻസി ഷെല്ല് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ഫില്ലാവുന്നത്, പെൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡി ഫില്ലായി പോകുന്നത്. ഓക്കെ ആണല്ലോ. എക്സെപ്ഷൻ എന്ന് പറയുന്നത് ക്രോമിയത്തിനും കോപ്പറിനുമാണ്. എന്തുകൊണ്ടാണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4ാമത്തെ പീരീഡ് ആണല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏതാണ്, 1 2 3 4ാമത്തെ പീരീഡ് കാര്യം പറഞ്ഞത്. ഇനി 5ാമത്തെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും ഫില്ലായി പോകുന്ന ഏതായിരിക്കും, 5s2 ഓൾറെഡി ഫില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്, ഈ പറയുന്ന ഡി ഫില്ലായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഫില്ലായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, പിന്നീടുള്ളത് ഫില്ലാവുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എലമെൻറ്റുകൾ നമ്മൾ പി ബ്ലോക്ക് എടുത്തോട്ടെ എസ് ബ്ലോക്ക് എടുത്തോട്ടെ, ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ, ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അറിയാലോ മുകളിൽ നിന്ന് താഴോട്ടുള്ള ആൾക്കാർ, ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ എന്ത് കാണിക്കും, സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നത് പതിവാണ്. നമുക്കത് അത്ഭുതമില്ല. പ്രശ്നം ഡിയിൽ വരുമ്പോൾ, ഡി ബ്ലോക്കിൽ വരുമ്പോൾ ഇവിടെ എലോങ് ദ ഗ്രൂപ്പും ഇവരെന്ത് കാണിക്കും, സിമിലാരിറ്റി കാണിക്കും. എലോങ് ദ പീരീഡും ഇവരെന്ത് ചെയ്യും, സിമിലാരിറ്റി കാണിക്കും. എന്തുകൊണ്ടാണ്, കാരണം എലോങ് ദ പീരീഡ് ആയിക്കോട്ടെ എലോങ് ദ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡി ബ്ലോക്കിന് എല്ലാവർക്കും സെയിം ആണ്, എക്സെപ്റ്റ് കോപ്പർ ആൻഡ് ക്രോമിയം. അതവിടെ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ, വേറൊന്നുമല്ല. നോക്കുക, ഇവിടെ നോക്കി, ഇതാ കണ്ടോ, they show similarity in the properties both within the group and period due to the similar valency shell configuration. വാലൻസി ഷെൽ എന്ന് വെച്ചാൽ എന്താ, വാലൻസി ഷെൽ എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്കാൻഡിയം എടുത്താലും അത് കഴിഞ്ഞിട്ട് അയൺ എടുത്താലും ഇവിടുത്തെ സിങ്ക് എടുത്താലും ഇവരെല്ലാവരുടെയും വാലൻസി എന്ന് പറയുന്നത് സെയിം അല്ലേ. അല്ലെങ്കിൽ വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത് എല്ലാം എന്താണ്, 4s2 ആണ്, 4s2 ആണ്, 4s2 ആണ്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും സിമിലാരിറ്റിയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സാധാരണഗതിയിൽ താഴോട്ട് വരുന്ന ഗ്രൂപ്പിൽ മാത്രമാണ് നമുക്ക് സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്ന് സിമിലാരിറ്റി കാണിക്കുന്നതെങ്കിൽ ഡി ബ്ലോക്കിൽ അത് പീരീഡിന് അക്രോസ് ആയിട്ടും കാണിക്കും എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിക്കോ, വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ് എക്സ്ക്ലൂഡിങ് കോപ്പർ ആൻഡ് ക്രോമിയം. ഏതാണ്, 4s2 ആണ് ഇവരുടെ എല്ലാവരുടെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമിലാരിറ്റി നോർമലി കാണിക്കും. ഇനി 5ലാണെങ്കിൽ എന്തായിരിക്കും, അത് ഇത് 4ാമത്തെ പീരീഡിലാണെങ്കിൽ 4, 5ലാണെങ്കിൽ 5s ആയിരിക്കും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എപ്പോഴും ഇവരുടേത് NS1 to 2, അതായത് ക്രോമിയവും കോപ്പറും ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ NS2 എന്നങ്ങ് പറഞ്ഞാൽ മതി.
അതുകൊണ്ട് അവർ എന്ത് ചെയ്ത് ഷോ സിമിലർ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി വിത്തിൻ ദ ഗ്രൂപ്പ് ബട്ട് ഓൾസോ എലോങ് ദ പീരീഡ്. അപ്പോൾ അവർ ഗ്രൂപ്പിലും പീരീഡ് പരീക്ഷയ്ക്ക് ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് എലോങ് ദ ഗ്രൂപ്പും അതുപോലെ എലോങ് ദ പീരീഡും, എലോങ് ദ ഗ്രൂപ്പും ഇതാണല്ലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, എലോങ് ദ ഗ്രൂപ്പും എലോങ് ദ പീരീഡും എന്തുകൊണ്ട് സിമിലാരിറ്റി കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ എലോങ് ദ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ എലോങ് ദ പീരീഡ് ദേ ഹാവ് സെയിം വാലൻസ് ഇലക്ട്രോൺ, അല്ലെ അവർ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും അവരുടെ വാലൻസി എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ടാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. സോ സിമിലർ എലോങ് ദ പീരീഡ് as well, അവരുടെ ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന 4s എല്ലാവർക്കും സിമിലർ ആയതുകൊണ്ട് അവർ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. ഇതാണ് രണ്ടാമത് ഇവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ടി ബ്ലോക്ക് എലമെൻറ്റുകൾ ആരാണ്, അവരുടെ പെനൾട്ടിമേറ്റ് ഫില്ലിങ്ങിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ നോക്കിയപ്പോഴാണ് കണ്ടത് എല്ലാ ആൾക്കാരും 4s ഫില്ലായിട്ട് എന്ത് ഫില്ലാവുള്ളൂ, 3D ഫില്ലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും 4s കോമൺ ആണ്, അതുകൊണ്ട് അവർ എന്ത് പറ്റും, സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞെങ്കിലും പോയിന്റ് 3 പഠിക്കാനുള്ളൂ. ഇനിയാണ് മെയിൻ ട്വിസ്റ്റ്. ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് വേറൊന്നുമില്ല, ഇവിടെ നോക്കിയേ, അയൺ ക്ലോറൈഡ് FeCl2. ഇവിടുത്തെ നമുക്കറിയാം ക്ലോറിൻ എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോണിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ക്ലോറിൻ എഴുതുമ്പോഴത്തേക്കും ക്ലോറിൻ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ സ്റ്റേബിൾ ആകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ചാർജ് എന്ന് പറയുന്നത് -1 ആകും. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിൻ്റെ ജനറലി എന്താണ്, -1 ആണ്. ആയിക്കോട്ടെ, ഇവിടെ അയൺ FeCl2 ഉണ്ട്, FeCl3 ഉണ്ട്. അപ്പോൾ ക്ലോറിനടുത്ത് അയൺ തന്നെയാണ് ചേരുന്നത്. 3 ക്ലോറിൻ വന്നപ്പോഴും അയൺ തന്നെ ചേരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, ക്ലോറിൻ്റെ നമുക്കറിയാം -1 ആണ്. അങ്ങനത്തെ എത്ര ക്ലോറിൻ ഇവിടെ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് × 2 എന്ന് കൊടുക്കാം. ഇനി ഇവർ രണ്ടുപേരുടെയും മുകളിലൊന്നും ചാർജ് എഴുതിയിട്ടില്ലല്ലോ. സോ അതിൻ്റെ അർത്ഥം ഇവർ രണ്ടുപേരുടെയും ചാർജ് പരസ്പരം ക്യാൻസൽ ആയി പോകും, ന്യൂട്രൽ ചാർജ് ആണ്. അതായത് നമുക്ക് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല, പക്ഷേ ഈ പറയുന്ന അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനോടൊപ്പം ഞാൻ അതിൻ്റെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഈ പറയുന്ന ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർജ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം എത്രയാണ്? 0 അല്ലേ? ഇവൻ്റെ ചാർജും ബാലൻസ് ആയി പോയാലല്ലേ ഇവിടെ 0 ചാർജ് വരുള്ളൂ. അപ്പോൾ ഇവൻ്റെ -1 ചാർജ് ഉണ്ട്, അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ -1 × 2 ആണ് ക്ലോറിൻ്റെ ചാർജ്. അയണിൻ്റെ അറിയില്ല, പക്ഷേ കൂട്ടിയ 0 കിട്ടുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അയണിൻ്റെ ചാർജ്? പറ്റത്തില്ല. എങ്ങനെ പറ്റും? ആലോചിച്ച് നോക്ക്. ഇതാ നോക്ക്, എങ്ങനെ കിട്ടും? -2. അപ്പോൾ x + -2 = 0. ഇതിൽ നിന്നും x എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? -2 ആയിരിക്കും. അതായത് ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ്. അയണിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് -2 അല്ലല്ലോ, എത്രയാണ്? +2 ആണ്. +2 ഇവിടെ മൈനസ് അല്ല, അപ്പുറത്ത് പോകുമ്പോൾ എന്താ? +2 ആണ്. ക്ലോറിൻ്റെ ആണെങ്കിലോ -2 ആണ്. അപ്പോൾ ഇവിടെ അയൺ കാണിച്ച ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 സ്റ്റേറ്റ്. പക്ഷേ ഇവിടെ നോക്കിയേ, ക്ലോറിനുമായിട്ടും ആര് ചേർന്നു? അയൺ ചേർന്നു. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അയണിൻ്റെ നമുക്ക് അറിയില്ല, പക്ഷേ ക്ലോറിൻ്റെത് -1 ആണ്. പക്ഷേ അങ്ങനത്തെ 3 ക്ലോറിനുണ്ട്. പക്ഷെ കൂട്ടുമ്പോൾ കിട്ടേണ്ടത് 0 ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും x -3 എന്ന് പറയുന്ന 0 ആയിരിക്കും. അതായത് ഇവിടെ എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. അതായത് ഇവിടെ അയൺ എത്ര കാണിക്കുന്നു? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. കൺഫ്യൂഷൻ വന്നെങ്കിൽ ഒറ്റ കാര്യം കൂടെ ആലോചിച്ചാൽ മതി. എടാ നോക്കിക്കോ, ഇപ്പം നമ്മൾ അയൺ എടുക്കുകയാണ്. അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി എത്രയാണ്? 1s2 2s2 2p6 3s2 3p6 3d6 4s2 ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം അയണിന് ഔട്ടർ മോസ്റ്റ് കിടക്കുന്നത് 4s2 ആണ്. അപ്പോൾ ഈ 4s2 കൊടുക്കാനാണ് അയൺ ഇഷ്ടം. അങ്ങനെ 4s2 കൊടുത്തു കഴിഞ്ഞാൽ എത്ര ചാർജ് കിട്ടി? +2 ചാർജാണ് അയണിൻ്റെ ചാർജ്. ഇതാണ് FeCl2 സംഭവിച്ചത്. പക്ഷേ പ്രശ്നം, FeCl3 വന്നപ്പോൾ ഈ അയൺ എന്ത് ചെയ്തു? ഈ ഔട്ടർ മോസ്റ്റ് കിടക്കുന്ന 2 എണ്ണത്തിനെ കൊടുത്തു, പ്ലസ് ഈ ഡിയിൽ നിന്ന് ഒരുത്തനെയും കൂടെ കൊടുത്ത് അവൻ എന്തായി മാറി? +3 ആയിട്ട് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, ഈ 3Dയും 4Sഉം തമ്മിൽ വലിയ ചാർജ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 4Sൻ്റെ ഇലക്ട്രോണിനെ വാങ്ങാൻ വരുന്ന ഒരുത്തന് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? 3Dയിൽ നിന്നുള്ള ഒരുത്തനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇവർ രണ്ടുപേരും പറയുമ്പോൾ 4S ഔട്ടർ മോസ്റ്റും 3D അതിൻ്റെ പെനൾട്ടിമേറ്റും ഒക്കെ ആണെങ്കിലും ഇവരിയ്ക്കുന്നത് അല്ലെങ്കിൽ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ ചേർന്ന് അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 4S പോകുമ്പോൾ വേണമെന്ന് വെച്ചാൽ ഒരുത്തൻ ആരും കൂടെ കൊണ്ടുപോകാം, 3Dയിൽ ഇരിക്കുന്നവനെയും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്ത് ചെയ്യും? കൊണ്ടുപോകാനായിട്ട് പറ്റും. പിടികിട്ടിയോ പറഞ്ഞ കാര്യം? നമുക്ക് FeCl2ഉം FeCl3ഉം വന്ന് ഇവിടെ നോക്കിയോ. നോർമലി ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് 4s2 ആണ്.
അപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ കൊടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് നടക്കുന്ന കാര്യം. നോർമലി അതേ നടക്കും. പക്ഷേ ഇവിടെ 4sഉം 3Dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയതുകൊണ്ട് തന്നെ Feക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുത്ത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് പറ്റും. ഇതാ ഇവിടെ നോക്കിക്കോ, Fe2+, നേരത്തെ പറഞ്ഞ കേസ് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. FeCl2ൽ Feയുടെ ചാർജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. കാരണം അത് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യും 4s ഓർബിറ്റലിൽ നിന്ന്. അങ്ങനെ 1s2 2s2 2p6 3s2 3p6 3d6 ആയിട്ട് മാറും. ഇവിടെ ഉള്ള ആര് പോയി? ഇവിടെ ഉണ്ടായിരുന്ന 4s2ൻ്റെ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. എന്നാൽ FeCl3 വന്നപ്പോൾ എന്ത് പറ്റി? ഈ പറയുന്ന അയൺ 4sൽ നിന്നും 2 ഇലക്ട്രോണിനെയും കൊടുത്തു. അതുപോലെ ഇവിടെ 3d6 ആയിരുന്നല്ലോ, അതിൽ നിന്നും കൂടെ ഒരുത്തിനെ കൊടുത്ത് എന്തായിട്ട് മാറി? 3d5 ആയിട്ട് മാറി. എന്തായിട്ട് മാറി? 3d5 ആയിട്ട് മാറി. സോ അയൺ എന്ത് കാണിക്കും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്ത് കാണിക്കും? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കണ്ടോ, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2 എത്രയാണ്? +2 ആണ്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl3 +3 ആണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് Fe ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ റീസൺ ഇതാണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഹൗ ഡസ് ഇറ്റ് ചേഞ്ചസ് ഫ്രം Fe2+? ഈ അയൺ എങ്ങനെയാണ് Fe2+ അയോണായിട്ട് മാറിയത്? ഇവിടെ ഉണ്ടായിരുന്ന 2 ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തിട്ട്, അല്ലെ, ഈ പറയുന്ന 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തിട്ടാണ് ആയത്. അങ്ങനെയാണെങ്കിൽ Fe2+ൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു ഒന്ന്. 1s2 2s2 2p6 3s2 3p6 3d6. FeCl ആകുമ്പോൾ എന്ത് പറ്റി? Fe3+ ചാർജ് കൊടുക്കാൻ എന്ത് വേണം? 3 ഇലക്ട്രോൺ എങ്കിലും മിനിമം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡൊണേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നേരത്തെ പറയുന്ന പോയിന്റ് തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്ത് പറ്റും? ഏത് ഷെല്ലിൽ നിന്നാണ് പോയത്? 4sൽ നിന്ന് 2 പോയി, പിന്നെ ഈ 3d6ൽ ഒന്നും കൂടി കൊടുത്തിട്ടേ അവനാവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് അയണിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ റീസൺ ഇത്രയേ ഉള്ളൂ. ട്രാൻസിഷൻ എലമെൻറ്റുകൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ 3Dയും 4sഉം തമ്മിൽ വലിയ എനർജി വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ 4sന് ഇലക്ട്രോണ് കൊടുക്കാൻ പറ്റും. ഇവിടെയുള്ള 2 ഇലക്ട്രോൺ ഈസിയായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ വേണമെന്ന് വെച്ചാൽ 3D എന്നുള്ളവനെയും കൊടുക്കാനായിട്ട് പറ്റും. ഒന്നുകൂടി നമുക്കൊരു എക്സാമ്പിളായിട്ട് മാംഗനീസ് എടുത്ത് നോക്കാം. ഓക്കെ, മാഗ്നീഷ്യം അല്ല, മാംഗനീസ് എടുത്ത് നോക്കാം. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. കോൺഫിഗറേഷൻ ഒന്ന് എഴുതിയാലോ? 1s2 2s2 2p6 3s2 3p6 3Dയിൽ എത്ര വരും? 3Dയിൽ 5 വരും അല്ലേ? 6 4 10 16 17 18 19 20 21 22 23 24 25. ഓക്കെ, 4s2 ഇതാണ് വരുന്നത്. കോൺഫിഗറേഷൻ എഴുതി, എനർജിയുടെ ഓർഡറിലല്ല, കോൺഫിഗറേഷൻ്റെ ഓർഡർ എഴുതി. ഈ മെഗ്നീഷ്യം ഇവിടെ ക്ലോറിനുമായിട്ട് ചേരുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുന്ന ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ മെഗ്നീഷ്യം ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, ഞാൻ മെഗ്നീഷ്യം ഒന്നല്ലേ പറഞ്ഞ, മാംഗനീസ് ഒരെണ്ണേ ഉള്ളൂ. ക്ലോറിൻ 2 എണ്ണം ഉണ്ട്. ഇവർ രണ്ടുപേരുടെ നെറ്റ് ചാർജ് 0 ആണ്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മെഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല, പക്ഷേ -1 ഉള്ള ക്ലോറിൻ്റെ 2 എണ്ണവുമായി ചേർന്നപ്പോൾ ചാർജ് 0 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് x - 2 = 0 എന്നും എക്സിൻ്റെ വാല്യൂ ഇവിടെ +2 എന്നും കിട്ടും. അതായത് മാംഗനീസ് ഇവിടെ 2 ഇലക്ട്രോൺ ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് അത് +2 ചാർജിലേക്ക് എത്തിയത്. സോ 2 ഇലക്ട്രോൺ ആണ് കൊടുത്തത്, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ +2. അതിൻ്റെ അർത്ഥം ഈ കിടക്കുന്ന 2 പേരെയാണ് അവൻ കൊടുത്തത്. സോ ബാക്കി പിന്നെ ആരേ ഉള്ളൂ? ഇത്രയും പേരേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, 3d5 വരെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ MnO2ൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. MnO2ൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗനീസ് 1 ഉള്ളൂ. സോ അതിൻ്റെ നമുക്ക് അറിയില്ല, x എന്ന് ഇട്ടു. പ്ലസ് ഓക്സിജൻ 2 ഉണ്ട്. ഓക്സിജൻ്റെ ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് -2 ആണ്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ നെറ്റ് ചാർജ് 0 അല്ലേ? കാരണം ആലോചിച്ച് നോക്കി, ഓക്സിജനകത്ത് എത്രയാണ്? -2 ആണ് നോർമലി വേണ്ടത് അല്ലേ? 6 എണ്ണം ഉണ്ടാവും, 2 കിട്ടിയാൽ ഹാപ്പി ആവും. സോ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. നമ്മൾ P ബ്ലോക്ക് പഠിച്ചപ്പോൾ പഠിച്ചു. അപ്പോൾ x - 4 എന്ന് പറയുന്നതാണ് ഇവിടെ 0. അതായത് x എന്ന് പറയുന്നത് ഇവിടെ +4 ആണ്. അതായത് മാംഗനീസിൻ്റെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്
പ്ലസ് 4ആണ്. എന്ന് വെച്ചാൽ ദ ഈ കാണുന്ന സ്ഥലത്ത് നിന്നും 4 ഇലക്ട്രോൺ അവൻ കൊടുത്തു. എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ദ ഈ 2നെ കൊടുത്തിട്ടുണ്ടാകും, പ്ലസ് ഇവിടുന്ന് ഒരു 2നെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3Dയിൽ നിന്ന് എത്ര പോയി? 2 പോയി. അപ്പോൾ 3D 3 എന്ന് വരും. 3D 3 എന്ന് വരും. 4sലെ 2 പോയി. ഇവിടുന്നും എത്ര വരണം? ഒരു 2നെയും കൂടി കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ 3 ഉള്ളൂ. ഇങ്ങനെ വരും. അടുത്ത് Mn2O3 വന്നു. Mn2O3 വരുമ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം 3 എണ്ണമായിട്ട് മാറുമെന്നേ ഉള്ളൂ. ഓക്സിജൻ Mn2 ആണല്ലേ, അപ്പോൾ ഇവിടെ എന്താണ്? 2ഉം കൂടെ വരും. മനസ്സിലായി എങ്ങനെ പറഞ്ഞതെന്ന്? എടാ ഇവിടെ മാംഗനീസിൻ്റെ ചാർജ് നമുക്ക് അറിയില്ല, പക്ഷേ മാംഗനീസ് 2 എണ്ണം ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഈ 2 ഇട്ട് കൊടുത്തത്. അറിയാത്തതിന് X എന്ന് ഇട്ട് കൊടുത്തു. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്, പക്ഷേ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതാണ് ഇവിടെ 3 ഇട്ട് കൊടുത്തത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2x, ബാക്കി ഒന്നും ചെയ്യാം അല്ലേ, 2x പ്ലസ് 3ഉം 2ഉം 6 -6 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് 2x - 6 ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്നും 2x ഇസ് ഈക്വൽ ടു പ്ലസ് 6, x ഇസ് ഈക്വൽ ടു പ്ലസ് 6/2, ദാറ്റ് ഇസ് x ഇസ് ഈക്വൽ ടു 3. സോ ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഇതാണ് +3 ആണ്. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, കണ്ടുപിടിക്കും. ഇനി അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മാംഗനീസ് ഇവിടെ 3 ഇലക്ട്രോൺ കൊടുത്തു. അതായത് ഇവിടുന്ന് 2ഉം കൊടുത്തിട്ടുണ്ടാകും, ഈ 5ൽ നിന്ന് 1ഉം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3Dയിൽ 5 ഉണ്ടായിരുന്നു, 4s 2 ഉണ്ടായിരുന്നു. ഇതിലെ 2ഉം കൊടുത്തു, ഇതിൽ നിന്ന് 1ഉം കൊടുത്തു. അപ്പോൾ 3D ബാക്കിയുള്ളത് 4ആണ്. 3D 4 ആണ് വരുന്നത്. എന്താ വരുന്നത്? 3Dയിൽ 4 ആണ് വരുന്നത്. മനസ്സിലായോ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അപ്പോൾ മാംഗനീസിൻ്റെ കാര്യം നോക്കി, +2 കാണിക്കുന്നു ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +4 കാണിക്കുന്നു, +3 കാണിക്കുന്നു. ഇത് അടുത്ത് നോക്കി Mn2O7. അപ്പോൾ 2 Mn ഉണ്ട്, പക്ഷേ നമുക്ക് ഓക്സിഡേഷൻ അറിയത്തില്ല. പ്ലസ് ഓക്സിജൻ്റെത് -2 ആണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. പക്ഷേ ഇത് കൂട്ടുമ്പോൾ കിട്ടേണ്ടത് 0ആണ്. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അതായത് 2x പ്ലസ് -14 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്നും 2x - 14 ഈക്വൽ ടു 0, അല്ലെങ്കിൽ അതിൽ നിന്നും 2x ഇസ് ഈക്വൽ ടു +14, x ഈസ് ഈക്വൽ ടു +14/2, 14ൻ്റെ പകുതി +7. സോ ഇവിടെ മാംഗനീസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കണം, ഇവിടെ നിന്നും ഏത് മായ്ച്ചു കളയട്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നും എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നും 2 കൊടുത്തു, ഇവിടുന്ന് 2 കൊടുത്തു, പിന്നെ ഈ പറയുന്ന 5ഉം കൊടുത്താലേ 7 ആവുള്ളൂ. അപ്പോൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3Dയിലുള്ളത് എല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇത്രേ വരെ വരത്തുള്ളൂ. സോ ഇവിടെ +7 കാണിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഡി ബ്ലോക്ക് എലമെൻറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നു. ഇൻ ട്രാൻസിഷൻ എലമെൻറ്റ് there is only a slight energy difference between the outermost S subshell and the penultimate T subshell. എസും ഡിയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അസ് എ റിസൾട്ട് എന്ത് പറ്റും? ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡിയിൽ നിന്നുകൂടെ ചേർന്നിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് അത് വേരിയബിൾ സ്റ്റേറ്റ് കാണിക്കുന്നത്. സിമ്പിൾ അല്ലേ സംഭവം? ഞാൻ ആ ടേബിളും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാ ഓക്കെ. അപ്പോൾ ഇതാണ് ഉത്തരം. ഇതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നോർമലി വരുന്നത് മാംഗനീസ് എന്തുകൊണ്ടാണ് +2 +3 അല്ലേ, +4 +7 കാണിക്കുന്നതെന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം 3Dയും 4സും തമ്മിൽ എനർജി വ്യത്യാസം കുറവായതുകൊണ്ടാണ് സാറേ ഇത് സംഭവിക്കുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾക്ക് ജനറലി കളറ് കാണാറുണ്ട്. എന്ത് കാണാറുണ്ട്? കളറ് കാണാറുണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഇവരുടെ കോമ്പൗണ്ടുകൾക്ക് ജനറലി കളേർഡ് കോമ്പൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോപ്പർ സൾഫേറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും, നീല നിറത്തിൽ കാണും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും, പർപ്പിൾ നിറത്തിൽ കാണും. അതുപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് നിറത്തിൽ കാണും. സ്കൂളിലെ ലാബിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആരുകൂടെ ഉണ്ട്? ട്രാൻസിഷൻ എലമെൻറ്റുകൾ കൂടെ ഉണ്ട്. കോപ്പർ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഇവിടെ ആരുണ്ട്? ക്രോമിയം ഉണ്ട്. ഇവരൊക്കെ ട്രാൻസിഷൻ എലമെൻറ്റുകളാണ്. അപ്പോൾ ജനറലി ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾക്ക് നിറം ഉണ്ടാകാറുണ്ട്.
എന്തുണ്ടാകാറുണ്ട്? നിറമുണ്ടാകാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലുകളാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതായത് നിങ്ങൾക്കറിയാം ഡിയിൽ 1 തൊട്ട് 10 വരെ നമുക്ക് കൊള്ളും. പക്ഷേ നമ്മൾ ഈ പറയുന്ന എലമെൻറ്റ് നോക്കിയാൽ പലയിടത്തും ഇത് കംപ്ലീറ്റ്ലി ഫിൽഡോ അല്ലെങ്കിൽ ഹാഫ് ഫിൽഡോ അല്ല. അപ്പോൾ ഇതിനിടയിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ എനർജി ട്രാൻസിഷൻസ് നടത്താറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്? കാരണം ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു വലിയ ക്ലാസ്സിൽ 10 കുട്ടിയൊക്കെ ഇരിക്കാം. അവിടെ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുട്ടി ഒരിടത്ത് തന്നെ അടങ്ങിയിരിക്കുകയോ ഇല്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. ഈ ചാടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് കാരണമാണ് ഈ കോമ്പൗണ്ടൊക്കെ നിറം ഉണ്ടാകുന്നതെന്ന് തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് സംഭവം. നോക്കിയേ, നമ്മുടെ സ്കൂളിൽ ഉള്ള, ഇവിടെ നിന്നാണ് പറഞ്ഞത്, സ്കൂളിലുള്ള കോപ്പർ സൾഫേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആരെ കാണാൻ പറ്റും? ട്രാൻസിഷൻ എലമെൻറ്റുകളെ കാണാൻ പറ്റും. ഈ ട്രാൻസിഷൻ എലമെൻറ്റുകളുള്ള കോമ്പൗണ്ടുകൾക്ക് ജനറലി നിറം കാണാറുണ്ട്. എക്സെപ്റ്റ് സിങ്ക്. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30ആണ്. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s2 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ, 10 അല്ലേ? 10, 10, 20, 10, 30. സോ 30 ഇവൻ്റെ 3Dയിൽ എത്രയാണുള്ളത്? 10 ആണുള്ളത്. അപ്പോൾ 3d10 എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിടികിട്ടിയോ? 10 പേരുള്ള ക്ലാസ്സിൽ, 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്ലാസ്സിൽ 10 കുട്ടികൾ ഇരുന്നാൽ പിന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാൻ പറ്റുമോ? ഇല്ല. സോ സിങ്കിന് ഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് സിങ്ക് ഒഴിച്ച് ബാക്കി ഈ പറയുന്ന ആൾക്കാരിലാണ് നിറം കാണുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ദ കോമ്പൗണ്ട് ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ജനറലി കളേർഡ് എക്സെപ്റ്റ് സിങ്ക് എന്ന് പഠിച്ചോളാം. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റീസൺ എന്ന് പറയുന്നത്. ദ കളർ ഇൻ ദീസ് കോമ്പൗണ്ട് കംസ് ഫ്രം ദ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ഇൻ ദ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. എക്സെപ്ഷൻ എന്ന് പറയുന്ന ആരാണ്? സിങ്കാണ്. സോ എന്താണ് കളേർഡ് കോമ്പൗണ്ട് എന്ന് നിങ്ങൾ പഠിക്കേണ്ടത്? ദ കോമ്പൗണ്ട് ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂഷ്വലി കളേർഡ് അൺലൈക്ക് സിങ്ക് കോമ്പൗണ്ട് വിച്ച് ആർ കളർലെസ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. സിങ്ക് കാണിക്കാറില്ല. കാരണം എന്താണ്? സിങ്കിൻ്റെ ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട്. മതി, പോരെ, ഇന്നത്തേക്ക് ഇത്രയും പോലെ. എഫ് ബ്ലോക്കിൻ്റെ ക്യാരക്ടേഴ്സ് കൂടി ഇന്ന് പഠിച്ച് മൊത്തത്തിൽ കൺഫ്യൂഷനാകും. അത് നന്നായിട്ടിരുന്ന് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.